തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കും തോറും രാഷ്ട്രീയ വിഷയങ്ങളെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എതിരാക്കി മാറ്റാനുള്ള കനകോല് തന്ത്രത്തിൽ ആരെങ്കിലുമൊക്കെ വീണു പോകുന്നുണ്ടെങ്കിൽ ജാഗ്രതയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൃത്യമായി രാഷ്ട്രീയമായാണ് ഈ തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്നത്. ഇത് ഞാൻ പറയുന്നതല്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ മുതൽ താഴോട്ടുള്ള ഓരോ CPIM പ്രവർത്തകനും LDF പ്രവർത്തകരും വീട് വീടാന്തരം കയറി പറയുന്ന രാഷ്ട്രീയത്തിൻ്റെ ആകത്തുകയാണ്. രാഷ്ട്രീയമായി ജനങ്ങളോട് കാര്യങ്ങൾ പറയുകയും ഈ സംസ്ഥാനത്ത് കഴിഞ്ഞ 10 വർഷമായി മാത്രമെങ്കിലും നടന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടന്ന വികസന പ്രവർത്തനങ്ങളുടെ കൃത്യമായ ചിത്രം ജനങ്ങൾക്ക് മുന്നിൽ വയ്ക്കുകയും ക്ഷേമ ഐശ്വര്യ പ്രവർത്തനങ്ങളിൽ ഈ സർക്കാർ എങ്ങനെ ജനങ്ങൾക്കൊപ്പം നിന്നു, സ്ത്രീ സുരക്ഷയിൽ എങ്ങനെ നിന്നു, ക്രമസമാധാനത്തിൽ എങ്ങനെ നിന്നു, അങ്ങനെ ഓരോ വിഷയത്തിലും എത്രത്തോളം ജനപക്ഷമായിരുന്നു ഈ ഗവൺമെൻറ് എന്ന് ജനങ്ങളോട് പറയുകയാണ് സാധാരണഗതിയിൽ കണ്ടുവരുന്നത്. പക്ഷേ SDPI വോട്ട് LDFന് വേണോ, SDPI വോട്ട് വേണ്ടെന്ന് പറയുമോ, അത്തരം കാര്യങ്ങളിലൊക്കെയാണ് മാധ്യമങ്ങളിൽ ഒരു വിഭാഗത്തിൻ്റെയും പ്രതിപക്ഷ പാർട്ടികളിൽ ചില ആളുകളുടെയെങ്കിലും പ്രത്യേകിച്ച് അതിന് നേതൃത്വം കൊടുക്കുന്നവരുടെ താല്പര്യങ്ങൾ. അത് രാഷ്ട്രീയ ദുരുദ്ദേശമാണ്. ഒരു നിർണായകമായ ഇലക്ഷനിൽ പരസ്പരം കൊണ്ടും കൊടുത്തും ചെറുതാക്കിയും വലുതാക്കിയും മുറിവേൽപ്പിച്ചുമൊക്കെ ജയത്തിന് വേണ്ടി ശ്രമിക്കും, സ്വാഭാവികമാണ്. അവരനെ അല്ലെങ്കിൽ എതിർപക്ഷത്തെ രാഷ്ട്രീയ കക്ഷിയെ, രാഷ്ട്രീയ മുന്നണിയെ തോൽപ്പിക്കാൻ ശ്രമിക്കും. പക്ഷേ ഈ കൊണ്ടും കൊടുക്കലിനും വാങ്ങലിനും മുറിവേൽപ്പിക്കലിന് പോലും രാഷ്ട്രീയത്തിൻ്റെ കാമ്പും കരുത്തും ഉണ്ടാവണം. അത് കേരളത്തിൻ്റെ ഇതപര്യന്തമുള്ള രാഷ്ട്രീയ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അതിനു പകരം രാഷ്ട്രീയത്തെ മലീമസമായ വേറെ ഏതെങ്കിലുമൊക്കെ പോയിന്റുകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഉണ്ടാവുന്നത് നിങ്ങൾക്ക് ഈ പറയുന്ന ആളുകൾക്കും അവരെ പിന്തുണയ്ക്കുന്നവർക്കുമുള്ള രാഷ്ട്രീയ വിശ്വാസ്യത കൂടി നഷ്ടപ്പെടുകയായിരിക്കും. യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയമായ കാര്യം നമുക്ക് മുഖാമുഖം ആളോട് ചോദിക്കാനുണ്ട്. എന്താണത്? ആരുടെയെങ്കിലും വോട്ട് വേണോ വേണ്ടയോ എന്ന് ഒരു കളം വരച്ച് അതിനുള്ളിൽ നിന്ന് പറയുക എന്നത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെയോ മുന്നണിയുടെയോ നേതാവിൻ്റെയോ ചുമതലയാണോ? ഇന്ന ആളുടെ വോട്ട് വേണം, ഇന്ന ആളുടെ വോട്ട് വേണ്ട, ഇന്ന പാർട്ടിയുടെ വോട്ട് വേണം, ഇന്ന പാർട്ടിയുടെ വോട്ട് വേണ്ട, ഇന്ന വിഭാഗത്തിൻ്റെ സമുദായത്തിൻ്റെ വോട്ട് വേണം, ഇന്ന സമുദായത്തിൻ്റെ വോട്ട്, അങ്ങനെ പറയേണ്ട കാര്യമില്ല, അങ്ങനെ പറയേണ്ട രീതിയുമില്ല. ജനാധിപത്യം എന്നത് ജനങ്ങൾക്ക് അവർക്ക് ഇഷ്ടമുള്ള പാർട്ടിക്കും മുന്നണിക്കും രാഷ്ട്രീയ ആശയത്തിനും ഇതിനൊക്കെ പ്രതിനിധാനം ചെയ്യുന്ന വ്യക്തിക്കും സ്വന്തം തീരുമാനത്തിനും അഭിരുചിക്കും ആത്മാഭിമാനത്തിനും കൂടി അനുസരിച്ച് വോട്ട് ചെയ്യാനുള്ള അവകാശമാണ്. ജനാധിപത്യം ഉത്സവമാകുന്നത് ആ ഉത്സവത്തിൽ പങ്കെടുക്കുന്ന ഓരോ ആൾക്കും ആ ഉത്സവത്തിൻ്റെ അന്തസത്ത മറ്റാരുടെയും പ്രേരണയും സമ്മർദ്ദവും കൂടാതെ ആസ്വദിക്കാനും ആഘോഷിക്കാനും കഴിയുമ്പോഴാണ്. അതുകൊണ്ട് ആർക്ക് വോട്ട് ചെയ്യണം എന്നത് ഓരോ പൗരൻ്റെയും ഓരോ രാഷ്ട്രീയ ആശയം പ്രതിനിധാനം ചെയ്യുന്ന ആളുടെയും തീരുമാനമാണ്. CPM ഓ LDF ഓ ഏതെങ്കിലും ഒരു പാർട്ടിയുടെയോ മുന്നണിയുടെയോ ഏതെങ്കിലും വിഭാഗത്തിൻ്റെയോ വോട്ട് വേണ്ട എന്ന് പറയേണ്ട കാര്യം എന്താണ്? അങ്ങനെ ഉണ്ടെങ്കിൽ ഈ രാജ്യത്ത് ഏതെങ്കിലും വിഭാഗത്തിൻ്റെ ഏതെങ്കിലും രാഷ്ട്രീയ ആശയത്തിൻ്റെ വോട്ട് വേണ്ട എന്ന് പറയുകയാണെങ്കിൽ ഒന്നാമതായി പറയേണ്ടത് ഗാന്ധിജിയെ കൊന്നവരുടെ വോട്ട് വേണ്ട എന്നല്ലേ. അതിന് രാഷ്ട്രീയ അന്തർഗതങ്ങളിലേക്ക് ഇപ്പോൾ നമ്മൾ കടക്കുന്നില്ല. പക്ഷേ അതിനൊരു രാഷ്ട്രീയമുണ്ടല്ലോ, അവർ രാഷ്ട്രീയം പ്രതിനിധാനം ചെയ്യുന്നുമുണ്ടല്ലോ, അവർ ഇന്നും രാജ്യം സജീവമാണല്ലോ. അങ്ങനെയാണല്ലോ ഒന്നാമതായി പറയേണ്ടത്. പക്ഷേ ന്യൂനപക്ഷങ്ങൾ, ദളിതുകൾ, ആദിവാസികൾ ഇവരെയൊക്കെ പ്രതിനിധാനം ചെയ്യുന്ന ഏതെങ്കിലും പാർട്ടി സ്വന്തം സ്വത്വ രാഷ്ട്രീയത്തിലൂടെ ജനങ്ങൾക്കിടയിൽ അവരുടെ രാഷ്ട്രീയ ആശയങ്ങൾ നിയമവിധേയമായി നമ്മുടെ ഭരണഘടനയ്ക്കനുസൃതമായി പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനെ നിഷേധാത്മകമായി കാണുകയും അവരുടെ വോട്ട് വേണ്ട എന്ന് പറയുമോ എന്ന് ചോദിച്ച് നിർബന്ധിക്കുകയും ചെയ്യേണ്ട കാര്യം എന്താണ്? ദളിതരും ആദിവാസികളും ന്യൂനപക്ഷങ്ങളും ഈ രാജ്യത്തെ അക്രമോത്സുക വർഗീയതയുടെ ഇരകളും സാക്ഷികളുമാണ്. അവരോട് വോട്ട്, നിങ്ങളുടെ വോട്ട് ആർക്ക് എന്ന് ചോദിക്കാനുള്ള അവകാശം പോലും ഒരാൾക്കുമില്ല. അവർക്കറിയാം ആരെ പ്രതിനിധാനം ചെയ്യണം. ഈ രാജ്യത്ത് വർഗീയതയ്ക്കും ഫാസിസത്തിനുമെതിരെ ജനാധിപത്യത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും ആശയങ്ങൾ പ്രതിനിധാനം ചെയ്യുന്നവരാരാണ്?
അവർക്കറിയാം, അവർ ചെയ്തുകൊള്ളും. അവരുടെ വോട്ട് സ്വീകരിക്കാനുള്ള രാഷ്ട്രീയമായ ബോധ്യം ഞങ്ങൾക്കില്ല എന്ന് ഏതെങ്കിലും ഘട്ടത്തിൽ ആരെങ്കിലും പറയുകയാണെങ്കിൽ അവരാണ് രാഷ്ട്രീയവാദികൾ. ഇടതുപക്ഷം അരാഷ്ട്രീയവാദികളുടെ കൂട്ടായ്മയല്ല. അതുകൊണ്ട് തന്നെ കൃത്യമായ പൊളിറ്റിക്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആരുടെങ്കിലും വോട്ട് വേണ്ട എന്നോ ഞങ്ങൾ ഇന്ന ആളുകളുടെ വോട്ട് മാത്രമേ സ്വീകരിക്കുമെന്നോ പറയിക്കേണ്ട കാര്യം ഒരാൾക്കുമില്ല. അങ്ങനെ ശ്രമിക്കുന്നത് കൃത്യമായ രാഷ്ട്രീയ ദുരുദ്ദേശമാണ്. ഇലക്ഷന് 10 ദിവസമേ ഉള്ളൂ. ഏപ്രിൽ 9 ഇലക്ഷൻ. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇനിയും ഒരു തുടർഭരണം ഉണ്ടാകും എന്ന് കൃത്യമായി പ്രവചിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും MA ബേബിയും നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് പോകുന്നത്. VD സതീശനും രമേശ് ചെന്നിത്തലയും സണ്ണി ജോസഫും അടൂർ പ്രകാശും KC വേണുഗോപാലും ഒക്കെ നേതൃത്വം കൊടുക്കുന്ന UDF-നും കുഞ്ഞാലിക്കുട്ടി അടക്കം നേതൃത്വം കൊടുക്കുന്ന UDF-നും അതിൽ ഓരോ കക്ഷിക്കും തുടർഭരണം ഉണ്ടാവില്ല എന്ന് വാദിക്കാനും കഴിഞ്ഞ 10 വർഷത്തെ ഭരണം ജനവിരുദ്ധമായിരുന്നു എന്ന് വാദിക്കാൻ അവകാശമുണ്ട്. പക്ഷേ അതിനിടയിൽ ആരെയെങ്കിലും കള്ളി വരച്ച് അതിനുള്ളിൽ കയറ്റി നിർത്തി ഓരോ കമ്പാർട്ട്മെൻ്റലൈസ് ചെയ്ത് വോട്ടിൻ്റെ രാഷ്ട്രീയത്തെ വർഗീയമോ സാമുദായികമോ വിഭാഗീയമോ ആക്കി മാറ്റാനുള്ള ചുമതല ആരെയും ഏൽപ്പിച്ചിട്ടില്ല. അങ്ങനെ ചെയ്യുന്നത് ജനാധിപത്യത്തിൻ്റെ ഈ ഉത്സവകാലത്ത് നമ്മൾ ചെയ്യുന്ന അനീതിയായിരിക്കും എന്നാണ് മനസ്സിലാക്കേണ്ടത്. ആലോചിച്ച് നോക്കുക, ഒന്നാം പിണറായി വിജയൻ സർക്കാർ 2016 മുതൽ 2021 വരെ കേരളം ഭരിച്ചു. അന്ന് തുടർഭരണം എന്നത് ആളുകൾക്ക് പറയാനുള്ള ഒരു മുദ്രാവാക്യവും പ്രതീക്ഷ വയ്ക്കാനുള്ള ഒരു രാഷ്ട്രീയ ആശയവുമായിരുന്നു. തുടർഭരണം എന്നത് ഉണ്ടാകുമോ ഇല്ലയോ എന്ന് ആ കാര്യത്തിൽ സത്യത്തിൽ ആർക്കും ഉറപ്പുണ്ടായിരുന്നില്ല. പക്ഷേ തുടർഭരണം ഉണ്ടായി. ജനങ്ങളാണ് കൂടുതൽ ഭൂരിപക്ഷം നൽകി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വീണ്ടും കൊണ്ടുവന്നത്. 2026-ലും ജനങ്ങൾ തീരുമാനിച്ചാൽ ഒരു തുടർഭരണത്തെ ആർക്കും മാറ്റി നിർത്താൻ കഴിയില്ല. തുടർഭരണം ഉണ്ടാകുന്നതിന് തടയാനും കഴിയില്ല, തുടർഭരണം ഉണ്ടാകാതിരിക്കുന്നതിന് തടയാനും കഴിയില്ല. അതാണ് ജനങ്ങളുടെ ഇച്ഛയ്ക്ക് വിടുക. ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. അതിനിടയിൽ നിങ്ങളുടെ അലോസരപ്പെടുന്ന ചോദ്യങ്ങൾക്ക് രാഷ്ട്രീയമായോ ഭരണപരമായോ യാതൊരു രീതിയിലുള്ള വിലയും നിലയും ഉണ്ടാവില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇനി ഉള്ള ദിവസങ്ങളിൽ, അതായത് ഏപ്രിൽ 9 മുമ്പുള്ള ദിവസങ്ങളിൽ, ഏപ്രിൽ 7 പരസ്യപ്രചരണം അവസാനിക്കുന്നത്. അതുവരെയുള്ള ദിവസങ്ങളിൽ ഒരുപാട് വിഷയങ്ങൾ ഈ രാജ്യത്ത്, ഈ സംസ്ഥാനത്ത് ചർച്ച ചെയ്യപ്പെടും. ഏതെങ്കിലും ഒരു പ്രത്യേക പോയിന്റിലേക്ക് വന്ന് അവസാനിക്കുമെന്ന് കരുതുന്നത് വോട്ട് ആർക്ക് എന്നുള്ളതിലേക്ക് അവസാനിക്കുന്നു. ഇപ്പം തന്നെ FCRA ഇന്നത്തെ ഏറ്റവും ഒരു ചർച്ചയായി മാറിയിരിക്കുന്നു. ഇന്നലെ മുതൽ ഇന്ന് 2ാം ദിവസവും ഏറ്റവും ചർച്ചയായി മാറുന്നത് പ്രത്യേകിച്ചും മധ്യകേരളത്തിൽ പ്രത്യേകിച്ചും പൊതുവെ കേരളത്തിലും FCRA ആണ്. വിദേശ സംഭാവന നിയന്ത്രണ നിയമത്തിൽ ഉണ്ടാക്കാൻ കേന്ദ്രം കൊണ്ടുവരാൻ പോകുന്ന ഭേദഗതി. ആ ഭേദഗതിക്ക് കേന്ദ്ര സർക്കാരിനെ നയിക്കുന്ന BJPയും കാണിക്കുന്ന അമിതോത്സാഹം, അത് ഏതെങ്കിലുമൊക്കെ ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ മിഷണറി പ്രവർത്തനങ്ങൾക്ക് എതിരാണ് എന്ന് വരുമ്പോൾ അവർ തിരിഞ്ഞു നിന്നിട്ട് നിങ്ങളുടെ ഇരട്ടത്താപ്പ് വേണോ എന്ന് ചോദിക്കും. ഇന്ന് മലങ്കര സഭാ അധിപൻ ചോദിച്ചത് അതാണ്. പിതാവ് ചോദിച്ചത്, നിങ്ങൾ ഈസ്റ്റർ കാലത്തും ക്രിസ്മസ് കാലത്തും ഞങ്ങളുടെ അടുക്കലേക്ക് വന്നിട്ട് കേക്ക് തരുന്നു, ഞങ്ങളെ സ്നേഹപൂർവ്വം കെട്ടിപ്പിടിക്കുന്നു, വിരുന്ന് തരുന്നു, ഞങ്ങളുടെ വിരുന്ന് സ്വീകരിക്കുന്നു, എന്നിട്ട് ഞങ്ങളുടെ ഇത്തരം സേവന പ്രവർത്തനങ്ങളിൽ നിങ്ങൾ നിയമത്തിൻ്റെ അനാവശ്യ വിലക്ക് വയ്ക്കുന്നു. ഇത് ഇരട്ടത്താപ്പല്ലേ? ഈ ചോദ്യം ഇനിയുള്ള ദിവസങ്ങളിൽ കത്താൻ പോവുകയാണ്. അത് ജനാധിപത്യത്തിൽ ജനങ്ങൾ അവരുടെ ഇച്ഛയ്ക്കനുസരിച്ച് അല്ല കാര്യങ്ങൾ പോകുന്നതെങ്കിൽ, നിയമവിരുദ്ധമായാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ, രാഷ്ട്രീയമായ ദുരുദ്ദേശം ഭരണാധികാരികൾക്കുണ്ട് എന്ന് മനസ്സിലാവുകയാണെങ്കിൽ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ സാമ്പിളാണ്. വരും ദിവസങ്ങളിൽ ഇത്തരം വിഷയങ്ങളെ കൂടുതലായി നമുക്ക് സമീപിക്കേണ്ടി വരും. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കൗണ്ട് ഡൗൺ ഇനി 10 ദിവസത്തിൽ എത്തി നിൽക്കുകയാണ്. ആകാംക്ഷയുടെ 10 ദിവസങ്ങൾ.